രാമനാട്ടുകര നമ്മുടെ നിവേദിത വിദ്യാപീഠം സ്കൂളുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്നിവിടെ അതിമനോഹരമായ ഒരു ഡയബറ്റീസ് ഡിസീസ് ക്യാമ്പ് കുട്ടികൾക്ക്, അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് ക്യാമ്പാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജ്മെൻറ്റിനും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടത്താൻ സാധാരണ മാനേജ്മെൻറ്റ് വിസമ്മതിക്കാറുണ്ട്. പക്ഷേ ലയൺസ് ക്ലബ് ഓഫ് രാമനാട്ടുകര ഇങ്ങനൊരു സജഷനായി വന്ന സമയത്ത് പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും അതിനെ എല്ലാ സഹായവും ചെയ്തുകൊണ്ട് നമ്മളെ സഹായിക്കുകയാണ് ചെയ്തത്. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്ന ലയൺസ് ഓർഗനൈസേഷനെ പിന്തുണയ്ക്കുന്ന ഇങ്ങനെ നല്ല കുറേ ആളുകളുണ്ട് എന്നാണ് ഞങ്ങളുടെ ശക്തി. അപ്പം ഇതിനുള്ള വേദി ഒരുക്കി തന്ന ഈ മാനേജ്മെൻറ്റിന് എല്ലാവിധ അനുമോദിക്കുകയാണ്. ഞങ്ങൾ ഇനി ഞങ്ങളുടെ എല്ലാ സർവീസ് പ്രൊജക്റ്റുകളും ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഇത്രയും സ്കൂളുകൾ ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം കൂടിയാണ്. അപ്പം ഒരിക്കൽ കൂടി ഇതിന് വേദി ഒരുക്കി തന്ന നമ്മുടെ നിവേദിത വിദ്യാപീഠം മാനേജ്മെൻറ്റിന് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു. നമസ്തേ. ഇന്ന് നിവേദിത വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെയും ലയൺസ് ക്ലബ് രാമനാട്ടുകരയെയും ആഭിമുഖ്യത്തിൽ ഈ ധന്യമായ സ്കൂളിൽ വെച്ച് ഏർലി ഡയബറ്റിക് ഡിറ്റക്ഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വളരെയധികം കൗമാരക്കാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡയബറ്റിക് എന്ന് പറയുന്ന സംഗതി. അത് ജന്മനായുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണാക്രമങ്ങളെ കൊണ്ടും ജീവിതചര്യകളെ കൊണ്ടും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒന്നാണ്. എന്നാൽ നമുക്ക് രക്ഷിതാക്കളായാലും ശരി, കുട്ടികളായാലും ശരി, അവർക്കൊരു ബോധം അതിനെ പറ്റിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ഡയബറ്റിക് ക്യാമ്പ് നടത്തണമെന്ന ഒരു ആശയം നമ്മുടെ വിദ്യാലയ സമിതിയിൽ വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ലയൺസ് ഇൻ്റർനാഷണൽ അതേപോലെ തന്നെ ലയൺസ് രാമനാട്ടുകര നമ്മളുടെ അടുത്ത് വന്ന് ഞങ്ങൾ ഇങ്ങനൊരു ക്യാമ്പ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നമ്മുടെ മുന്നിലേക്ക് തേടി വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലയൺസ് ഇൻ്റർനാഷണലുമായി കൂടി ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ 16-ാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് ഈ ക്യാമ്പ് വളരെയധികം ഫലവത്തായി നടത്തി വരുന്നു. രാവിലെ 8:30-ക്ക് തുടങ്ങിയ പ്രാർത്ഥനാ സഭയിൽ ലയൺസിൻ്റെ എല്ലാ ഭാരവാഹികളും സന്നിധരായിരുന്നു. പ്രാർത്ഥനാ സഭയിൽ വേറിട്ട ഒരു അനുഭവം തന്നെയാണ് ലയൺസിന് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെയധികം അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ശേഷം അവരുടെ പ്രസംഗത്തിലൊക്കെ അത് ഊന്നി പറയുകയുണ്ടായി. കുട്ടികൾ പത്മാസനത്തിൽ നിലത്തിരിക്കുന്നതും അതുവഴി കുട്ടികളുടെ നട്ടലിനും നിവർന്നിരിക്കുന്നത് വഴി അവരുടെ ശരീരത്തിനും മനസ്സിനും അവരുടെ ബുദ്ധിക്കൊക്കെ ഉണ്ടാകുന്ന വികാസത്തെ പറ്റിയൊക്കെ അതിലൂടെ ചർച്ചകൾ ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനാ സഭയ്ക്ക് ശേഷം നേരെ നമ്മൾ ഉദ്ദേശിച്ച ക്യാമ്പ് സൈറ്റിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്യാമ്പ് നടത്തുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ കൂടെ ഈ ക്യാമ്പിന് ആദ്യം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ
നമ്മളോട് യെസ് എന്ന് പറഞ്ഞ ലയൺസ് ഇൻ്റർനാഷണൽ പോലെയുള്ള സംഘടനകൾ, നമ്മുടെ മാനേജ്മെൻറ്റ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.